നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് CorelDRAWലുള്ള കുറച്ച് ടിപ്സുകൾ, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിലിപ്പോൾ ഒന്നാമത്തത്, ഇപ്പോൾ നമ്മൾ ചെറിയ സിമ്പിൾസ്, അതായത് ക്ലിപ്പ് ആർട്ടുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന നോ സ്മോക്കിംഗ് അതുപോലുള്ള കാര്യങ്ങൾ, അതൊക്കെ CorelDRAWയിൽ തന്നെ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് മെനു ബാറിൽ. അതിനുശേഷം ഇൻസേർട്ട് സിമ്പിൾ ക്യാരക്ടർ, ഇത് എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് കുറേ ചെറിയ ക്ലിപ്പ് ആർട്ടുകൾ, നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്ലിപ്പ് ആർട്ടുകൾ അതിൽ തന്നെ CorelDRAWയിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ സിമ്പിൾ ക്യാരക്ടർ കൊടുത്തപ്പോൾ ഇവിടെ ഈ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അത് ഇത്തിരി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിപ്പം കൂട്ടാം. ആ മൗസ് പോയിൻ്റർ വെച്ചൊന്ന് ലെഫ്റ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വലിപ്പം കൂടി വരും. അതിനുശേഷം നമ്മൾ സാധാരണ മലയാളം ടൈപ്പിങ്ങിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റേ ഇതിൻ്റെ വിൻഡോസിൻ്റെ തന്നെ അതിൽ പോയിട്ട് എടുക്കുന്നതിലും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സിമ്പിൾ ക്യാരക്ടറിലാണ്. അപ്പോൾ ഇവിടെ ഏരിയയിൽ നിന്നുള്ളിടത്ത് നമ്മൾ ML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മലയാളം ടൈപ്പ് ഇത് വരും, ലെറ്റേഴ്സ് വരും. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ടെക്സ്റ്റ് ടൂളെടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോ ലെറ്ററിനും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് അതല്ല. അപ്പം ഞാനിവിടെ വിൻഡിങ്സ്, അതായത് W എന്നുള്ള ആ ഒരു ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ വെബ്ഡിങ്സ് എന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്, വെബ്ഡിങ്സ്. അത് ഓൾറെഡി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് CorelDRAWയിൽ. അപ്പോൾ വെബ്ഡിങ്സ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റർ കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ കുറേ ക്ലിപ്പ് ആർട്ടുകൾ, അതായത് ഓരോന്നും എടുത്തു വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഒരുപാട്. ഇപ്പോൾ സ്പൈഡറിൻ്റെ നെറ്റൊക്കെ വെബൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്, CorelDRAWയിൽ തന്നെ ഉണ്ട്. നിങ്ങളത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യമുള്ള സാധനങ്ങളും ഇതിലുണ്ട്. ഇപ്പം നോ സ്മോക്കിങ്, ബസ്, സ്കൂൾ ബസ്സിനൊക്കെ ഒട്ടിക്കാൻ പറ്റുന്നത്, പിന്നെ ഗിഫ്റ്റിൻ്റെ സിമ്പിൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഹെഡ്ഫോണ്, മൈക്ക്, മ്യൂസിക്കിൻ്റെ ലോഗോസ്, ബുക്സ്, മൊബൈൽ ഫോണ്, കാൽക്കുലേറ്റർ, സാധാ ഫോണിൻ്റെ സിമ്പിൾ, ഇതൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. വെബ്ഡിങ്സ് ഉള്ള ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ വേൾഡ് മാപ്പ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഒന്നുകൂടെ ഉണ്ട്, വിൻഡിങ്സ് എന്നും പറഞ്ഞ് വേറൊന്നും കൂടെ ഉണ്ട്. അപ്പോൾ അത് നോക്കാം. വെബ്ഡിങ്സ്, അതിന് തൊട്ട് തന്നെ വിൻഡിങ്സ്. അപ്പോൾ വിൻഡിങ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വിൻഡിങ്സ് കൊടുത്തപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഇത് സിമ്പിളുണ്ട്, മൊബൈലിൻ്റെ ഇതുണ്ട്, ഇങ്ങനെ കുറേ ഫ്ലാഗ്, ഡേഞ്ചർ, സ്മൈലി ഉണ്ട്. പിന്നെ വിൻഡോസിൻ്റെ ലോഗോ ആണെങ്കിൽ വിൻഡോസിൻ്റെ ലോഗോ ഉൾപ്പെടെ ഇതിലുണ്ട്. ഇത് കൂടുതൽ ആൾക്കും അറിയാത്തത് കൊണ്ട് തന്നെ അവരിത് യൂസ് ചെയ്യുന്നില്ല. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ സിമ്പിൾസ് ഇതിൽ തന്നെ ഉണ്ട്. എയറോസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, CorelDRAWയിൽ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തത് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺഡു അടിച്ച് വരും, Ctrl+Z. അപ്പോൾ Ctrl+Z അടിക്കുമ്പോൾ ചില കമ്പ്യൂട്ടറിൽ അത് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുക വളരെ കുറഞ്ഞ അൺഡു ലെവലായിരിക്കും ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൂൾസ്, മെനു ബാറിൽ ടൂൾസ് ക്ലിക്ക് ചെയ്യാം. അതിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. ആ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എടുത്തപ്പോൾ വർക്ക് സ്പേസ്, ജനറൽ, ഡിസ്പ്ലേ, എഡിറ്റ്, സ്നാപ്പ്,
ടു ഒബ്ജക്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളതൊന്ന് ഈ ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജനറൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അൺഡു ലെവൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് റെഗുലർ ഞാൻ 1 സെറ്റ് ചെയ്തതാണ്. ഞാൻ സാധാരണ കോമൺ ആയിട്ട് വരുന്നത് 1 20 വരിക. എല്ലാ സിസ്റ്റത്തിലും ഡിഫോൾട്ട് സെറ്റിങ്സ് 20 വരിക. അത് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ 20 കൊടുത്തിട്ടുണ്ട്. 20 കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 20 50 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റി എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് ഓൺ കോറൽ അതായത് പേജ് നമ്മൾ കോറൽ ഓപ്പൺ ചെയ്യുമ്പോൾ വെൽക്കം സ്ക്രീന് മിക്കവാറും ആളുടെ കമ്പ്യൂട്ടറിൽ വരും. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ന്യൂ ഡോക്യുമെൻ്റ് താഴെ കാണിച്ചിട്ടുണ്ട്, അവിടെ അത് കൊടുത്താൽ മതി. ആ ന്യൂ ഡോക്യുമെൻ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുന്ന സമയത്ത് ആ വെൽക്കം സ്ക്രീന് കാണിക്കില്ല. അപ്പോൾ അത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഓപ്ഷൻസ് എടുത്ത് ഓപ്ഷൻസ് അൺഡു ലെവൽ ജനറൽ കൊടുക്കുക. ജനറൽ കൊടുത്തതിന് ശേഷം നമുക്ക് വെൽക്കം സ്ക്രീന് വേണ്ട എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ടിക്ക് കൊടുക്കുക. പിന്നെ അൺഡു ലെവൽ റെഗുലർ എന്നുള്ള ആ ഭാഗത്ത് നിങ്ങൾക്ക് 20 പോരെ 20 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് എത്രയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്പർ അവിടെ കൊടുക്കുക. അത്രയും നമ്പർ നിങ്ങൾക്ക് അൺഡു ചെയ്യാൻ പറ്റും. അതായത് കൺട്രോൾ Z ഉപയോഗിച്ച് അൺഡു ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതിനുശേഷം അത് മാറ്റിയതിന് ശേഷം ഓക്കെ കൊടുത്താൽ മാത്രം മതി. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റോ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇമേജ് തന്നെ ഞാൻ ഇടുന്നത് മൊബൈലിൻ്റെ ആ ഒരു സൈസിന് കണക്കായിട്ടാണ്, മൊബൈലിൽ ഡിസ്പ്ലേക്ക് വരുന്ന ആ ഒരു സൈസ്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിക്കർ കട്ടിങ്ങാറെ കമ്പ്യൂട്ടറിൽ പൊതുവേ ഇഞ്ചസ് ഉണ്ടാകുക, യൂണിറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇഞ്ചസിലായിരിക്കും കൊടുത്തിരിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് നമുക്ക് മൊബൈലിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഞ്ചസാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ മില്ലിമീറ്ററുള്ള ഇഞ്ചസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. നമ്മളിങ്ങനെ മൊബൈലിടാൻ വേണ്ടിയിട്ടുള്ള സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ പിക്സൽസ് കൊടുക്കുക. ഇഞ്ചസിൻ്റെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിക്സൽസ് ഉണ്ട്. പിക്സൽസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ പിക്സൽസിൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ വിഡ്ത്ത് കൊടുക്കേണ്ടത് 1280, അതായത് 1280, ഹൈറ്റ് 720, 720. ഈ ഒരു റേഷ്യോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ആ സ്ക്രീനിന് ഫിറ്റ് ആയിരിക്കും. ഇതാണ് മൊബൈൽ സ്ക്രീനിൻ്റെ ഫിറ്റ് സൈസ് വരുന്നത്, ഈ ഒരു സൈസാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു റെക്റ്റാങ്കിൾ. അപ്പോൾ പേജിനൊരു ബോർഡർ വന്നിട്ടുണ്ട്. ബോർഡർ വന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒരു കളർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ മൊബൈലിൻ്റെ ആ ഒരു സൈസിലാണ് ഇത് വരിക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിൻ്റെ ആ സൈസ് കൊടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1280, 720 പിക്സൽ. അപ്പോൾ ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.